നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് വേനൽ ചൂട് കടുക്കവേ വിവിധ ജില്ലകളിൽ ആശ്വാസമായി മഴയെത്തി. പുതുക്കിയ മഴ മുന്നറിയിപ്പ് പ്രകാരം അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ 4 ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ റിപ്പോർട്ട് പ്രകാരം തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിലാണ് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മിതമായ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുള്ളത്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഇന്നലെ മഴ ലഭിച്ചിരുന്നു. മഴയ്ക്കൊപ്പം ഇടിമിന്നലും ഉണ്ടായി. കടൽക്കൊള്ള പ്രതിഭാസം മൂലം മത്സ്യത്തൊഴിലാളികൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. കനത്ത ചൂടിൽ മഴയെത്തിയത് ആശ്വാസമായെങ്കിലും ചില ജില്ലകളിൽ ഇപ്പോഴും മഴ എത്തിയിട്ടില്ല. ഇന്നലെ 7 ജില്ലകളിലും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരുന്നു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലാണ് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചത്. എന്നാൽ ഇന്ന് രാവിലെ പുറപ്പെടുവിച്ച പുതുക്കിയ മഴ മുന്നറിയിപ്പ് പ്രകാരം 4 ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണം. വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കാം. മത്സ്യബന്ധന ഉപകരണങ്ങളിൽ സുരക്ഷ ഉറപ്പാക്കണം. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് അധികൃതർ പറഞ്ഞു. സംസ്ഥാനത്ത് ഈ മാസത്തിലും ഉയർന്ന താപനിലയായിരിക്കുമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. 41 ഡിഗ്രി വരെ താപനില ഉയരുമെന്നാണ് വിലയിരുത്തൽ. അടുത്ത 5 ദിവസം കൊല്ലം, പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനിലയായിരിക്കും. ഏപ്രിലിൽ സാധാരണ ലഭിക്കേണ്ട വേനൽ മഴയേക്കാൾ കുറവായിരിക്കും ഇക്കുറി ലഭിക്കുക. 105 മില്ലിമീറ്റർ മഴയാണ് ഏപ്രിൽ ലഭിക്കേണ്ടത്. കഴിഞ്ഞ വർഷം ഏപ്രിലിൽ ശരാശരി മഴ ലഭിച്ചിരുന്നു. മാർച്ച് മാസത്തിൽ 69% മഴക്കുറവാണ് രേഖപ്പെടുത്തിയത്. 2019 ശേഷം ഏറ്റവും കുറവ് മഴ ലഭിച്ച മാർച്ചാണ് കടന്നുപോയത്. വേനൽ കടുത്തതോടെ കിണറുകളിലെയും ജലാശയങ്ങളിലെയും ജലനിരപ്പ് താഴ്ന്നത് കുടിവെള്ളക്ഷാമം രൂക്ഷമാക്കും. കിണറുകളിലെ ജലനിരപ്പ് ശരാശരി 2.5 മീറ്ററോളമാണ് താഴ്ന്നത്. നദികളിലും ജലനിരപ്പ് കുറഞ്ഞിട്ടുണ്ട്. കുടിവെള്ളക്ഷാമത്തിനൊപ്പം രൂക്ഷമായ കടലാക്രമണം കൂടിയായതോടെ തീരദേശവാസികൾ ദുരിതത്തിലായി. കടലാക്രമണത്തിൽ കിടപ്പാടമടക്കം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് തീരദേശവാസികൾ. കേരളത്തിൽ നല്ല മഴക്കാലം വരുന്നതായി ആഗോള കാലാവസ്ഥാ ഏജൻസികൾ പ്രവചിച്ചിരുന്നു. കഴിഞ്ഞ മഴക്കാലത്തെ കേരളത്തിൽ ദുർബലമാക്കിയ എൽ നിനോ പ്രതിഭാസം ഈ മാസം മുതൽ മാറാൻ തുടങ്ങുമെന്നും തുടർന്ന് ലാനിന ഘട്ടം എത്തുമെന്നുമാണ് കാലാവസ്ഥാ ഏജൻസികളുടെ പ്രവചനം. ലാനിന എത്തിയാൽ ജൂൺ, ഓഗസ്റ്റ് മാസങ്ങളിൽ നല്ല മൺസൂൺ മഴ ലഭിക്കും. ഓസ്ട്രേലിയയിലെ ബ്യൂറോ ഓഫ് മെറ്റീരിയോളജി, US-ലെ ക്ലൈമറ്റ് പ്രഡിക്ഷൻ സെന്റർ എന്നീ സ്ഥാപനങ്ങളാണ് പ്രവചനം നടത്തിയത്. പസഫിക് സമുദ്രത്തിന്റെ ഭൂമധ്യരേഖ പ്രദേശത്ത് ഉപരിതലം ചൂടുപിടിക്കുന്ന പ്രതിഭാസമാണ് എൽ നിനോ. ലാനിന ഇതിന് വിപരീതവും. സാധാരണഗതിയിൽ എൽ നിനോ ഇന്ത്യയിൽ മഴ കുറയ്ക്കുകയും ലാനിന കൂട്ടുകയും ചെയ്യും. ലാനിന വരുന്നതിന് 62% സാധ്യതയാണ് ഇവർ പ്രവചിക്കുന്നത്. ഡിസംബർ വരെ ഈ പ്രതിഭാസത്തിന്റെ സ്വാധീനം തുടർന്നേക്കുമെന്നും കാലാവസ്ഥാ ഏജൻസികളുടെ റിപ്പോർട്ടിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.